തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നണികളിൽ തർക്കം രൂക്ഷമാവുകയാണ്. ചെമ്പഴന്തിയിലും വാഴോട്ടുകോണത്തും വിമതർ CPM-നെതിരെ രംഗത്തെത്തി. ഘടകകക്ഷികൾക്കിടയിലും തർക്കമുണ്ട്. UDF-ഉം മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുവരെ സഖ്യകക്ഷികളുമായുള്ള തർക്കമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത്. BDJS-ഉമായുള്ള തർക്കമാണ് NDA-യിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ചില വാർഡുകളിൽ വിമത ഭീഷണിയും BJP-ക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ്. അരുൺ, ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജീവൻ മരണ പോരാട്ടമാണ്. എങ്ങനെയും അധികാരം നിലനിർത്തുവാനുള്ള പ്രയത്നം LDF നടത്തുമ്പോൾ അധികാരത്തിലേക്ക് എത്തുവാൻ ആദ്യമായിട്ട് BJP ശ്രമിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. അതോടൊപ്പം നില മെച്ചപ്പെടുത്തുകയാണ് UDF-ന് ഇത്തവണത്തെ തന്ത്രം. പക്ഷേ എല്ലാ മുന്നണികളിലും ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇത് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റാത്തത്ര വഷളായിട്ടുണ്ടോ, അതോ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളോ ഇപ്പോൾ? മഞ്ജുഷ, ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം നിലനിർത്തണം. UDF-ന് അത് വലിയ ഒരു ലക്ഷ്യമാണ്. 10-ൽ നിന്ന് 51 സീറ്റിലേക്കെങ്കിലും എത്തി വിജയം പിടിച്ചെടുക്കണം. വലിയ ശ്രമങ്ങൾ അവർ നേരത്തെ ആരംഭിച്ചതാണ്. BJP എല്ലാ തവണയും രണ്ട് ടൈമായി അധികാരത്തിലെത്തുമെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും അതിനവർ കഴിഞ്ഞില്ല. ഇത്തവണയെങ്കിലും അതിന് കഴിയണമെന്നൊരു ലക്ഷ്യത്തോടെ അവരും പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ മൂന്ന് മുന്നണികൾക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത. CPM ഇനിയും കുറച്ച് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ഇന്ന് അല്പസമയത്തിന് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് CPM-ന്റെ. അവിടെ ഇടതുകൊണ്ട് ബാക്കി വരുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പക്ഷേ പ്രഖ്യാപിച്ച ഇടങ്ങളിലൊക്കെ വലിയ പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. വാഴോട്ടോളം വാർഡിൽ മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷനായ KV മോഹനനാണ് CPM-ന്റെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ ഷാജി എന്നയാളെ നേരത്തെ മൂന്നാമൂട് ഷാജിയെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ അവിടെ തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ CPM ആ എതിർപ്പ് അവഗണിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ്. അവിടെ മോഹനൻ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ചെമ്പഴന്തി വാർഡിൽ പാർട്ടി CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽപ്പെട്ട പല വാർഡുകളിലും ഇത്തരം തർക്കമുണ്ട്. കടകംപള്ളി BJP-യുമായി ഡീലുണ്ടാക്കി പല സീറ്റുകളും അഡ്ജസ്റ്റ് ചെയ്തു എന്ന ആരോപണമാണ് അവിടെ CPM പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി വീണ്ടും മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി പാർട്ടിയുടെ താല്പര്യങ്ങൾ ബലികരിക്കുക എന്ന ആരോപണം കടകംപള്ളിക്കെതിരെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടികൾക്കുള്ളിലും പ്രശ്നമുണ്ട്. വെങ്ങാനൂരിൽ JDS-ന് സിറ്റിംഗ് വാർഡിൽ RJD-യും JDS-ഉം രണ്ടുപേരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്നലെ CPM നേതൃത്വവും ഇരു പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ ഇടപെട്ട് ഒടുവിൽ JDS-ന്റെ സീറ്റ് തന്നെയായി അത് നൽകാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ മത്സരിക്കുക നേരത്തെ RJD പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിരിക്കും. അത് JDS-ന്റെ ചിഹ്നത്തിൽ RJD-യുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന തരത്തിൽ അവിടെ സമവായം എന്ന തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അതിൽ CPI-യുമായി തർക്കമുണ്ടായത് പരിഹരിക്കപ്പെട്ടു. പല ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ അവിടെ പ്രശ്നങ്ങളുണ്ട്. CPI വലിയ രാജി പലയിടങ്ങളിലും മീനാങ്കൽ ആര്യനാട് ഭാഗങ്ങളിലൊക്കെ വലിയ രാജിയുണ്ട്. കോൺഗ്രസിലാകട്ടെ 20ഓളം വാർഡുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇനി പൂർത്തിയാക്കാനുമായിട്ടില്ല. പലയിടങ്ങളിലും അവർക്ക് റിബൽ ഭീഷണി ഇപ്പോൾ നേരിടുന്നുമുണ്ട്. BJP-യിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. 30-ലധികം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ അവർ ഇനി 35ഓളം വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. BDS കടുത്ത എതിർ നിലപാടിലാണ്. BDS ചോദിച്ച സീറ്റുകൾ BJP നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. BJP പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പോലും തൃക്കണ്ണാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് വിമത സ്ഥാനാർത്ഥികളുണ്ട്. വഞ്ചൂരിലും വിമത ശല്യം BJP-ക്ക് ഉണ്ടാകുമെന്ന സൂചനകളുണ്ട്. അങ്ങനെ പലയിടത്തും BJP-ക്ക് വിമത സ്ഥാനാർത്ഥികളും മുന്നണിയിലെ കക്ഷികൾ അത് കാര്യമായുള്ളത് BDJS ആണ്. കാമരാജ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമൊക്കെ അവർക്കൊപ്പമുണ്ട്. എല്ലാവരും കടുത്ത അതിർത്തിയിലാണ്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട്. CPM-ന്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്നുകൊണ്ട് പൂർത്തിയാക്കും. 12 മണിക്ക് ഇടതു നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ വിമത ശല്യം CPM-നും വെല്ലുവിളിയാണ്. ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ തന്നെ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ 54 സീറ്റോളം CPM ഉണ്ടെങ്കിൽ പോലും 50-ന് മുകളിലേക്ക് സീറ്റുകൾ വന്നില്ലെങ്കിൽ അത് ഒരു അവരുടെ വിജയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം കോൺഗ്രസ് ഇത്തവണ ശക്തമായ രംഗത്തുണ്ട്. അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർ രംഗത്തുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ് തീർത്തും ദുർബലമായിരുന്നു. BJP ആകട്ടെ ഇത്തവണ എന്ത് വില കൊടുത്തും നഗരസഭ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പ്രശ്നങ്ങളുള്ളപ്പോഴും വലിയ പ്രതീക്ഷ തന്നെയാണ് മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളും മുന്നോട്ട്. ശരി അരുൺ, എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാനത്തെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒന്നാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ്. അവിടെയാണ് മൂന്ന് മുന്നണികളിലും ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നത്. പക്ഷേ തർക്കം പരിഹരിക്കുവാനുള്ള തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന സ്ഥാനാർത്ഥി പട്ടിക ഇന്നോടെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.